ഹായ് നമസ്കാരം. മൈഫിൻ എർത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള പുനർജനി എന്ന വീട്ടിലാണ്. 4 സെന്റിൽ 2994 സ്ക്വയർ ഫീറ്റിൽ ഒരു കണ്ടംപററി സ്റ്റൈലിൽ പണി കഴിപ്പിച്ച ഒരു കിടിലൻ വീടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീടിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വിൻറ്റേജ് ലുക്ക് തരുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. 300 വർഷം പഴക്കമുള്ള ഈ വാതിലും ഒറ്റക്കല്ലിൽ തീർത്ത 3 തൂണുകളുമാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീടിനെ കുറിച്ച് ചോദിച്ചറിയാനായിട്ട് ഈ വീടിന്റെ ഉടമസ്ഥനായ അരുൺ സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സർ നമസ്കാരം. നമസ്കാരം. 300 വർഷം പഴക്കമുള്ള ഈ വാതിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഈ വാതിലിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? ഈ വാതിലിന്റെ കഥ അല്ലെങ്കിൽ ഈ തൂണുകളുടെ കഥ എന്ന് പറയുന്നത് ഞാൻ വളർന്ന് തന്നെ പഴയ തറവാടുകളിലൊക്കെയാണ്. അപ്പോൾ അന്ന് തൊട്ട് കണ്ട് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കാലാന്തരേണ പൊളിച്ചു കളഞ്ഞെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വീട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത സമയത്ത് കളക്ട് ചെയ്ത സാധനങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ 1700 ഉണ്ടാക്കപ്പെട്ടൊരു സംഭവമാണ്. അത് ഒരിടത്തുനിന്ന് പൊളിച്ച് വച്ച് കണ്ട് അത് കളക്ട് ചെയ്യുമായിരുന്നു. ഈ തൂണുകളും ഒറ്റക്കല്ലാണ്. ഇത് പാലക്കാട് നിന്നാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ തറവാടുകൾ പൊളിച്ച അങ്ങനെയുള്ള കുറേ കൈൻഡ് ഓഫ് സാധനങ്ങൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ഇത് ഓടിന്റെ ഈ ഒരു സംഭവം എങ്ങനെയാണ്? ഓട് ആക്ച്വലി ഇത് നോർമൽ ഓടാണ്. സാധാരണ പഴയ വീട് പൊളിച്ച ഓട്, കമിഴ്ത്തോട്, അങ്ങനത്തെ ഒരു ഫെൻസിങ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു പഴയ ഇതിൽ. നിങ്ങൾക്ക് മലബാറിലൊക്കെ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് കമിഴ്ത്തി വെച്ച് അതിന് മേളിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഇതിന് പഴയ മെത്തേഡ് അല്ലെങ്കിലും സിമെന്റ് ചെയ്തിട്ട് അത് ആ ഒരു മെത്തേഡ് ഇവിടെ കൊണ്ടുവരാൻ നോക്കി. ഓക്കെ സർ, നമുക്ക് ഇനി വീടിന്റെ അകത്തെ വിശേഷങ്ങൾ കുറച്ച് അറിയാം. ഓക്കെ, ശരി. ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ കുറെ ആന്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഓപ്പൺ ആണ്, എന്നാൽ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തൊരു സംഭവം. ഇത് ആക്ച്വലി അതിന്റെ മെത്തേഡിന്റെ പേര് ഫില്ലർ സ്ലാബ് എന്നാണ്. ഫില്ലർ സ്ലാബ് മോഡൽ ചെയ്തിരിക്കുന്നതാണ്. അത് നോർമൽ നമ്മുടെ വാർക്കുന്ന സമയത്ത് തന്നെ ചട്ടിയില്ലേ, മൺചട്ടി, അത് മേളിൽ വെച്ചിട്ട് വാർക്കുന്ന രീതിയാണ്. ഫില്ലർ സ്ലാബ് എന്നാണ് അതിന്. നോർമൽ ചട്ടി. പിന്നെ ഇവിടെയുള്ളത് ഒരു പൂജാമുറിയാണ്. ഈ ഓപ്പണിംഗ് സ്പേസ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ഒരു പൂജാമുറിയിലേക്കാണ്. ഇതും ഒരു എന്താ പറയുക, കുറേ വള്ളിപ്പടപ്പും അങ്ങനെ നിന്ന് തൊഴാൻ ഒരു പ്രകൃതി ഭംഗിയും, എന്നാൽ ദൈവത്തിന് ആ ഒരു ഫീലിംഗ്, പഴയ കാവുകളുടെ ഒരു കൊച്ചു മിനിയേച്ചർ രൂപമാണ്. നേരത്തെ പറഞ്ഞ 300 വർഷം പഴക്കമുള്ള ഈ വാതിൽ തുറന്നു വരുമ്പോൾ നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുളമാണ്. നമ്മൾ ഈ തറവാടുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആംബിയൻസ് ആണ് അവിടെ. ഒരു കുളവും അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡൈനിങ് ഏരിയ. ഓപ്പൺ ആയിട്ടൊരു സ്പേസ് എപ്പോഴും, വീട് പൊതുവെ എല്ലാം ഓപ്പൺ ആവണമെന്നുണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ടൊരു സ്പേസ് വന്നിട്ട് അതിൽ ഇങ്ങനെ ഒരു ആംബിയൻസ് ചെയ്യണമെന്ന് തോന്നി. ഇതൊരു കൽപ്പടകളുണ്ട്, അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇരുന്നിട്ട് മഴ ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചൂടെന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. എപ്പോഴും ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും വീടിനകത്ത്. മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത്. അതിൽ താഴെ ഒന്നും മേളിൽ രണ്ടുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്.
ഇതും എല്ലാം പറയുമ്പോൾ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ഫാമിലിയാണ്. കോവിഡ് വന്ന സമയത്ത് എല്ലാവരും വീട്ടിലോട്ട് ചൊതുങ്ങിയ സമയത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാം കാണണം. ഇപ്പോൾ കുളവും ഓപ്പൺ ആയിട്ടുള്ള സ്പേസസ് എല്ലാം കാണണം, എന്നാൽ പ്രൈവസി ആയിട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ആയിട്ടൊരു കോർട്ടിയാർഡ് ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ബാത്റൂമാണ്. ബാത്റൂം ഓപ്പൺ ബാത്റൂമാണ്. അതും ഇതുപോലെ ചെടികളും ഒരു ഇരിക്കാനുള്ള സ്പേസും ഇതെല്ലാം ആയിട്ടൊരു സ്പെഷ്യലൈസ് രീതിയിൽ നമ്മൾ പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ബാത്റൂംസ് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ വന്നിട്ട്, പക്ഷെ സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ സേഫ്റ്റി നോക്കി എന്നാൽ ഒരു ഓപ്പൺ കോൺസെപ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ വന്നുള്ള ഒരു റിസൾട്ടാണ് ആ ബാത്റൂമാണ്. കണ്ടംപററി മോഡലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ടോട്ടലി ഒരു വിൻറ്റേജ് ട്രഡീഷണൽ ടച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കിച്ചൻ്റെ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു കണ്ടംപററി ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ. ഇവിടെ ആണെങ്കിൽ ഈ സ്ലാബ് വന്നിട്ട് മിൽക്കി വൈറ്റ് ആണ്. പ്ലൈവുഡ് ലാമിനേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ സർ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3 റൂമുള്ള സ്ഥലത്ത് മേളിൽ 2 റൂമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് 2 റൂംസും കൊടുത്തിരിക്കുന്നത്. 2 കുട്ടികളുടെ റൂംസാണ്. അതിൻ്റെ ഒരു പാസേജ്, 2 റൂമിനെയും ബന്ധിപ്പിക്കുന്ന പാസേജാണിത്. ഇത് തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കുളവും മഴ പെയ്യുമ്പോഴും ഓപ്പണാണ്. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം തുറന്നിടുമ്പോൾ നമുക്കൊരു എപ്പോഴും ഫാൻസോ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലേ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ താഴെ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ മേളിൽ പില്ലർ സ്ലാബിൻ്റെ റൂഫിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു പാസേജ് കം സിറ്റിംഗ് സ്പേസ് എന്നുള്ള രീതിയിലാണ്. മഴയത്താണ് കുറച്ച് നല്ല ഭംഗി ഈ ഏരിയയിൽ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണ്. ഇവിടെ വന്നിട്ട് വിൻറ്റേജ് ടൈപ്പിൽ കുറച്ച് വിൻഡോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ബെഡ്റൂം ആണെങ്കിലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇത് സെക്കൻഡ് ഫ്ലോർ ആണ് വീടിൻ്റെ. ഇത് ഈ ഏരിയ പൊതുവായിട്ട് ഒരു കുറേ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞൊരു ബാർ സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കോമൺ ആയിട്ട് TV കാണുന്ന TV സ്പേസ്. പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ജിമ്മിൻ്റെ സ്പേസ് ഉണ്ട്. ഒരു റീഡിങ് ഏരിയ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സർ ഈ ഒരു ഡിസൈനിങ് ആരാണ് ചെയ്തത്? ഒരു 8 വർഷം മുമ്പ് ഞാൻ തന്നെ വരച്ചു വെച്ചിരുന്നു എൻ്റെ ഈ വീടിൻ്റെ ഓരോ ഭാഗത്ത് എന്താ വേണ്ടത്, എന്താ വരേണ്ടത്. അത് കറക്റ്റ് പ്രാവർത്തികമാക്കിയത് എൻ്റെ ആർക്കിടെക്ട്സ് ആണ്. അഖിൽ ചന്ദ്രൻ ആൻഡ് മിഥുൻ എന്നാണ്. അവർ മൂവാറ്റുപുഴയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുഞ്ഞനിയന്മാരാണ് അവർ. മറ്റാരേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലരെ കണ്ടേക്കാളും നല്ല വൃത്തിയായിട്ട് അവർ മനസ്സിലുള്ളത് പകർത്താൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അതുപോലെ ഈ റൂഫൊക്കെ ആണെങ്കിലും ഒരു റൂഫ് അത് ജാളിയാണ്, ജാളി വർക്ക്സാണ്. ഇത് ഓപ്പൺ ആവണം, പക്ഷെ എന്നാൽ നഗരമാണല്ലോ, അത്രയും നമ്മുടെ ഒരു സേഫർ സൈഡും കൂടെ നമ്മൾ സെക്യൂർ ആയിട്ട് നോക്കണം. പുറമേ കണ്ടംപററി മോഡൽ ആണെങ്കിലും ടോട്ടലി നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി ടോട്ടലി സാറിന്റെ കോൺസെപ്റ്റ് ആണല്ലേ? അതെ അതെ. ഇത് 4 സെന്റിൽ 2994 സ്ക്വയർ ഫീറ്റ് അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ? ബഡ്ജറ്റ് ടു ബി ഫ്രാങ്ക് ഇൻക്ലൂഡിങ്
പ്ലോട്ട് സഹിതം എനിക്ക് 1,38,00,000 രൂപ ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല തുടക്കം. അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ള മോഡലായിരുന്നു ചെയ്തത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രൈസ് തടി ഒഴിവാക്കിയിട്ട് സ്റ്റീലിലോട്ട് കുറേ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ സമയത്തെ കുറേ പ്രൈസ് ഡിഫറൻസും വേരിയേഷൻസ് വന്നപ്പോൾ ഉള്ള കോസ്റ്റ് ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഈവൻ സിമെൻറ്റിൻ്റെ കാര്യമായാലും ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ആ പ്ലാനിങ് സമയത്തെ എൻ്റെ സാധനങ്ങൾ മാർക്കറ്റിലെ വിലയുടെ ഡിഫറൻസ് വേരിയേഷൻ വന്നപ്പോഴത്തേക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു കോസ്റ്റിലോട്ട് പോയത്, ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ ഫേർണിച്ചർ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. സർ, ഈ ആൻറ്റി കളക്ഷൻസ് ഒക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ മുമ്പ് ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കേരള ട്രാവൽ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ആശയങ്ങളുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതും കൊണ്ട്, വീട് പണിയും ഉള്ളതുകൊണ്ട് ഓരോ യാത്രകളും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിർത്തുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പോൾ ഇതൊരു ആൻറ്റിക് പീസാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കണ്ടുവയ്ക്കുകയും പിന്നെ അത് പർച്ചേസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ പാലക്കാട് ബേസിക്കലി ആൻറ്റിക്കായിട്ട് കൂടുതലുള്ളത് തൃശ്ശൂർ, പാലക്കാട് അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ ട്രിവാൻഡ്രം കുറച്ച് ഏരിയകളുണ്ട്, കാലിക്കറ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ഓരോ മൂലകളിലും ഉള്ളത്. മൈഫിൻ എർത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീട്ടിലെ പുതുപുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.